സഹായിച്ചിട്ടില്ല. ആ വിഷയം ഞാൻ എഴുതാൻ സഹായിച്ചിട്ടില്ല, വിതരണം ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. എഴുതാൻ സഹായിച്ചിട്ടില്ല, നിങ്ങൾക്ക് പുസ്തകം എഴുതാൻ കഴിയും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. അത് വിതരണം ചെയ്യാൻ താങ്കൾ സഹായിച്ചിട്ടുണ്ട്. ചർച്ച ചെയ്യണം, അത് ചർച്ച ചെയ്യണം. എന്താ ഉദ്ദേശിക്കാത്തത്? കൃത്യമായി 2 ആദർശമാണ് ഇന്ന് നിലവിലുള്ളത്. ആ ആദർശത്തിൽ തന്നെയാണ് ഫൈസൽ മുസ്ലിയാർ 2 ദിവസം മുമ്പ് സംവാദം പോലും നടത്തിയത്. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോ ആ വിഷയം പറയുമ്പോ ആ വിഷയത്തിലേക്ക് മാറി നിന്ന് സംസാരിക്കും? ആ വിഷയം തന്നെ പറഞ്ഞത് മാറിയിട്ടില്ല. നിങ്ങൾ പറഞ്ഞെന്താ? ആ വിഷയം തന്നെ പറഞ്ഞത്. സംഘടന വിഭാഗം എന്തെല്ലാം പറയാണ്ട് അതൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങി പോകേണ്ടി വരും. വിഷയം തന്നെയാണ് പറഞ്ഞത്. ഇവിടെ നിങ്ങൾ പറഞ്ഞെന്താ? നിങ്ങൾ പറഞ്ഞെന്താ? ഈ വിഷയം, ഈ ജിന്നുമായി ബന്ധപ്പെട്ട വിഷയം, ഈ വിഷയത്തിൽ KJU പറഞ്ഞ തീരുമാനത്തിന് ഞങ്ങളൊക്കെ എതിര് നിൽക്കുന്നു എന്നാണല്ലോ പറഞ്ഞത്. അതില്ലാന്നാ പറഞ്ഞത്. KJU എന്ത് പറഞ്ഞോ അത് നമ്മൾ അംഗീകരിക്കുന്നുണ്ട് എന്നെ പറഞ്ഞത്. അതിനപ്പുറത്തേക്ക് പോയിട്ടില്ല. നിങ്ങളെപ്പോലെ കുറച്ച് ആളുകൾ അതിൽ തിരിഞ്ഞു പോയി എന്നേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ആശയത്തിൽ വിടില്ല. ആശയം തന്നെ ചർച്ച ചെയ്തത്. സംഘടനാ വിഷമം വേണ്ടി വേറെ പറയാം. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചോദിച്ചോളി, അത് ബാക്കി പറഞ്ഞുതരാം. എന്തായാലും 2 വാദങ്ങളുണ്ട്. നിങ്ങൾ ഉണ്ട്. ഒന്ന് KJUവിന്റെ ഔദ്യോഗികമായ ഞങ്ങളുടെ വാദം, മറ്റൊന്ന് കോക്കസുകാരുടെ വാദം. അങ്ങനെ 2 വാദമുണ്ട്. ഓക്കെ, 2 വാദങ്ങളുണ്ട്. ഈ വാദങ്ങളിൽ എന്തുകൊണ്ടാണ് എല്ലാ സഹായാർത്ഥനയും ശിർക്കല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും തെളിവ് ഏതാണ്? തീർച്ചയായും കഴിയും. കാരണം 92 കൊല്ലം KJU ഞങ്ങളെ പഠിപ്പിച്ചത് അങ്ങനെയാണ്. കഴിഞ്ഞ 92 കൊല്ലം ഖുർആനും സുന്നത്തും അടിസ്ഥാനമാക്കി KJU അങ്ങനെയാണ് പഠിപ്പിച്ചത്. അല്ലാത്തൊന്നും KJU പഠിപ്പിച്ചിട്ടില്ല. നിങ്ങൾ അന്വേഷിച്ചോളൂ. 1920 രൂപീകരിക്കപ്പെട്ടത് മുതൽ 2013 വരെയുള്ള KJUവിന്റെ ഈ ദീർഘമായ 93 കൊല്ലക്കാലം, ഈ 93 കൊല്ലത്തിനിടയ്ക്ക് KJU എഴുതി വെച്ച ഒരൊറ്റ രേഖ, ജിന്നുകോട് എന്ത് ചോദിച്ചാലും ശിർക്കാണ് എന്ന് KJU എഴുതി വെച്ച ഒരു വരി, ഒരൊറ്റ വരി, ഈ ഒരു പുതിയ സർക്കുലർ അല്ലാതെ, ഈ കോക്കസ് ടീം വ്യാജമായി കൈയടക്കി വെച്ച് ലെറ്റർപേഡിൽ എഴുതി ഒപ്പിട്ട് അയക്കുന്ന സർക്കുലർ അല്ലാതെ, ശ്രദ്ധിക്ക്, ഈ സർക്കുലർ അല്ലാതെ ഇതിനു മുമ്പ് ഈ വിവാദങ്ങളും ബഹളങ്ങളും വരുന്നതിന് മുമ്പ് 1922 മുതൽ 2012 വരെയുള്ള കാലയളവിൽ KJU എവിടെയെങ്കിലും ജിന്നുകോട് എന്ത് ചോദിച്ചാലും ശിർക്കാണ്, ഏത് സഹായം ആവശ്യപ്പെട്ടാലും ശിർക്കാണ് എന്ന് രേഖപ്പെടുത്തിയ ഒരു വരി, ഒരൊറ്റ വരി, ജിന്നുകോട് എന്ത് ആവശ്യപ്പെട്ടാലും എന്ത് ചോദിച്ചാലും അതെല്ലാം ശിർക്കാണ് എന്ന് KJU രേഖപ്പെടുത്തിയ ഒരൊറ്റ വരി സിദ്ദീഖിന് കാണിച്ചു തരാൻ പറ്റുകയാണെങ്കിൽ നമുക്കത് ന്യായമായി അംഗീകരിക്കാം. അതുകൊണ്ട് നിങ്ങൾ പറയും. കുടിക്കി മൈക്ക് കുടിക്കി. ഏതായാലും സിദ്ദീഖ് വന്നതല്ലേ. തിരിച്ചു ചോദിക്കാനുള്ള ചോദ്യം അത് തന്നെയാണ്. ജിന്നുകളോടുള്ള എല്ലാ സഹായാർത്ഥനയും ശിർക്കല്ല എന്ന് എഴുതിയ ഒരു വരി നിങ്ങൾ എഴുതിയിട്ടുണ്ട്. KM മൗലവിയുടെ അദ്ദുആ വൽ ഇബാദ എന്ന പുസ്തകത്തിൽ കാണാൻ പറ്റും, 5-ാമത്തെ പേജിൽ. പറഞ്ഞോളി, എന്താണ് ഉദ്ധരിച്ചോളി. ജിന്നുകളോടുള്ള സഹായാർത്ഥന ശിർക്കല്ല, ഹറാമും വസീലത്തും സിദ്ദീഖ്. ഒരു പുതിയ വിവാദം ഉണ്ടായി വന്നു. ഒരാളിപ്പോ പുതിയായിട്ട് വാദിക്കുക. ഇനി 2 മാസം കഴിഞ്ഞിട്ട് KJUവിന്റെ പേരിൽ അബ്ദുറഹ്മാൻ സലഫി പുതിയ സർക്കുലർ അയച്ചു സങ്കല്പിക്കണമെന്നില്ല, യാഥാർത്ഥ്യമായിരിക്കും. അങ്ങനെ ആ സർക്കുലറിൽ വന്നു, തറാവീഹ് 20 റക്അത്ത് നിസ്കരിക്കൽ ശിർക്കാകുന്നു, തറാവീഹ് 20 നിസ്കരിക്കൽ ശിർക്കാകുന്നു. അപ്പൊ നമ്മൾ എന്ത് പറയും? അല്ല, 20 നിസ്കരിക്കൽ ശിർക്കല്ല, ബിദ്അത്താണ്. എന്തുകൊണ്ട്? ഹദീസിൽ വന്നത് 11ആണ്, അതിനപ്പുറമുള്ള ബിദ്അത്താണ്. ഇമാം ഷാഫി 20 നിസ്കരിച്ചിട്ടുണ്ട്, പക്ഷെ അത് ഹദീസ് സ്വഹീഹാണ് എന്ന ധാരണയിലാണ് അദ്ദേഹം പറഞ്ഞത്. ആ ഹദീസ് സ്വഹീഹല്ല, അതുകൊണ്ട് നമുക്ക് 20 നിസ്കരിക്കാൻ വകുപ്പില്ല. അപ്പൊ പറയാ, കണ്ടോ, നമ്മളിപ്പോ തറാവീഹ് 20 ശിർക്ക് എന്ന് പറഞ്ഞു, ഇവരിപ്പോ ബിദ്അത്ത് എന്ന് പറഞ്ഞിട്ട് ഗൗരവം കുറക്കാണ്, എന്തിനാ അതിന്റെ ആവശ്യം? ശിർക്ക് എന്നാണ്ട് പറഞ്ഞാ പോരെ എന്ന് ചോദിച്ച് നമ്മോട് ചോദിക്കുക. അപ്പൊ നമ്മൾ തിരിച്ചെന്ത് ചോദിക്കും? ലോകത്ത് KJU ഏത് കാലത്താ പറഞ്ഞത് തറാവീഹ് 20 ശിർക്കാന്നുള്ളത്? അപ്പൊ ചോദിക്കുക, എന്നാ തറാവീഹ് 20 ശിർക്കല്ല എന്ന് എഴുതിച്ചിട്ടുണ്ടോ? തറാവീഹ് 20 ശിർക്കല്ലാന്ന് KJU എന്തെങ്കിലും എഴുതിക്കണോ ചോദിച്ചാല് അങ്ങനെ ഉണ്ടാവുമോ? തറാവീഹ് 20 മുമ്പ് കേൾക്കട്ടെ. സുഹൃത്തെ, ഇടങ്ങാതാക്കും, കേൾക്കട്ടെ. നിങ്ങൾ ബാക്കിലിരിക്കി, ചാൻസ് നിങ്ങൾക്കുണ്ട്. സിദ്ദീഖ് അത്യാവശ്യം കഴിവുള്ളതെന്ന് നിങ്ങൾ ഇടങ്ങാതാക്കൊന്നും വേണ്ട. ഇരിക്കി. സിദ്ദീഖ് സ്വസ്ഥമായി കേൾക്കട്ടെ. സിദ്ദീഖ് നമുക്ക് പ്രതീക്ഷ ഉണ്ട്. കാരണം മുമ്പ് നല്ല നീണ്ട താടിയുള്ള സിദ്ദീഖായിരുന്നു. ആ മുഖം എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. പേരോടൊക്കെ ചോദ്യം ചോദിച്ച അന്നത്തെ സിദ്ദീഖിന്റെ മുഖം അത് മറക്കാൻ കഴിയും. ആ സിദ്ദീഖിനെ ഞങ്ങൾക്ക് ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട്. അതിലേക്ക് സിദ്ദീഖ് തിരിച്ചു വരണം എന്നുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അപ്പൊ ഏതായിരുന്നാലും ഒരാൾ പറയാ തറാവീഹ് 20 ശിർക്കാണ്, അപ്പൊ ശിർക്കല്ല നമ്മൾ പറഞ്ഞു.
അപ്പൊ ഓൻ ചോദിക്കുന്നത് എന്നാ ശിർക്കല്ല നമ്മൾ പണ്ട് എഴുതി എവിടെയെങ്കിലും ഉണ്ടോ, നിങ്ങൾ കാണിച്ചു തരാൻ പറ്റുമോ ചോദിച്ചാലോ ഉണ്ടാവില്ല. കാരണം മുമ്പ് അങ്ങനെ വാദം ഒരാളും കൊണ്ടുവന്നിട്ടില്ല, അങ്ങനത്തെ ഒരു വാദം ഒരാളും കൊണ്ടുവന്നിട്ടില്ല. മറിച്ച് പുതിയ വാദം കൊണ്ടുവരുമ്പോൾ ആ വാദം ഉന്നയിക്കുന്നവരാണ് തെളിവ് കൊണ്ടുവരേണ്ടത്. ആരാണോ പുതിയ വാദം ഇറക്കുന്നത് അവരാണ് തെളിവുന്നയിക്കേണ്ടത്. എന്നാൽ ജിന്നാവട്ടെ, മലക്കാവട്ടെ, മനുഷ്യനാവട്ടെ, ഏത് സൃഷ്ടിയാവട്ടെ, ആ സൃഷ്ടിയോടുള്ള തേട്ടം, ആ സൃഷ്ടിയോടുള്ള ചോദ്യം, ആ സൃഷ്ടിയുടെ നേരെയുള്ള വികാര പ്രകടനങ്ങൾ എപ്പോഴാണ് ഇബാദത്താവുക, എപ്പോഴാണ് ദുആ ആവുക, എപ്പോഴാണ് ശിർക്കാവുക, KM മൗലവി അദ്ദുആ വൽ ഇബാദ എന്ന പുസ്തകത്തിന്റെ 5-ാമത്തെ പേജിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെയാണ് കാര്യകാരണ ബന്ധവും അദൃശ്യശക്തിയും അഭൗതിക കഴിവും എല്ലാം പറഞ്ഞത്. അഭൗതിക കഴിവ് ഏത് സൃഷ്ടി വകവെച്ചു കൊടുത്തോ അവിടെ ശിർക്ക് വന്നു. ആ അടിസ്ഥാനത്തിൽ ഏത് സൃഷ്ടിയോട് ചോദിച്ചുവോ അത് പ്രാർത്ഥനയായി. ആ വിശദീകരണം കൊടുത്തപ്പോൾ അമാനി മൗലവി ജിന്നു പ്രത്യേകം എടുത്തു പറഞ്ഞു. അവിടെ ജിന്നു പ്രത്യേകം എടുത്തു പറഞ്ഞു. മനുഷ്യനെ മാത്രമല്ല പറഞ്ഞത്, മനുഷ്യനാവട്ടെ, മലക്കാവട്ടെ, ജിന്നാവട്ടെ, നബിയാകട്ടെ, വലിയാകട്ടെ, ആരായാലും ശരി, അവർക്ക് അദൃശ്യ ശക്തിയുണ്ട് എന്ന് വിശ്വസിക്കലും അവർക്ക് അഭൗതികത കൽപ്പിക്കലും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാനാകുമെന്ന് വിശ്വസിക്കലും തന്നെയാണ് ശിർക്ക്. ആ അടിസ്ഥാനത്തിൽ അവർക്ക് നിർവഹിക്കുന്ന താഴ്മയും വിനയവും അവരുടെ ചോദ്യവുമെല്ലാം അവർക്കുള്ള ആരാധനയാണ് എന്ന് അദ്ദുആ വൽ ഇബാദ എന്ന പുസ്തകത്തിന്റെ 5-ാമത്തെ പേജിൽ KNM-ന്റെ 1-ാമത്തെ പ്രസിഡന്റ് KJUവിന്റെ സ്ഥാപക നേതാവ് KM മൗലവി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. കേരള ജംഇയ്യത്തുൽ ഉലമ തന്നെയാണ് ആ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. KJUവിന്റെ 1-ാമത്തെ പ്രസിദ്ധീകരണമാണ് അദ്ദുആ വൽ ഇബാദ. ശരി, അപ്പൊ സിദ്ദീഖ് പറഞ്ഞു, ഞാൻ പറഞ്ഞു. ഇനി തിരിച്ച് ഞാൻ നേരത്തെ ചോദിച്ചു, സിദ്ദീഖ് ശ്രദ്ധിക്കണം, നേരത്തെ ചോദിച്ചല്ലോ, ഇന്നേ വരെ 922 മുതൽ 2013 വരെയുള്ള ഈ കാലഘട്ടത്തിനിടയിൽ എന്നെങ്കിലും ജിന്നിനോട് എന്ത് ചോദിച്ചാലും ശിർക്കാണ് എന്ന് KJU രേഖപ്പെടുത്തി വെച്ച അരവരി, നേരത്തെ ഞാൻ ഒരു വരിയാ പറഞ്ഞത്, ഇപ്പൊ അര കുറച്ചു, ഒരു അരവരി സിദ്ദീഖിന് കാണിക്കാൻ കഴിയില്ല. ധൈര്യമായി നിങ്ങൾക്ക് ആരോടും പോയി അന്വേഷിക്കാം, ഇങ്ങനെ വല്ലതുണ്ടോ? ഫൈസൽ മുസ്ലിയാർ ഇങ്ങനെ പറഞ്ഞല്ലോ, അയാൾ ഒരു പക്ഷെ 10-12 കൊല്ലേ ആയിട്ടുള്ളൂ വന്നിട്ട്, അയാൾക്കൊരു പക്ഷെ പഴയ ചരിത്രം അറിഞ്ഞോളുന്നില്ല. അതുകൊണ്ട് KJUവിന്റെ പഴയ രേഖകൾ എവിടെയെങ്കിലും തപ്പിപ്പിടിച്ചിട്ട് ജിന്നിനോട് എന്ത് ചോദിച്ചാലും ശിർക്കാണ് എന്ന് KJU പണ്ട് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ സിദ്ദീഖ് തരികയാണെങ്കിൽ നമ്മൾ അംഗീകരിക്കാൻ തയ്യാറാ, ഒരു പ്രശ്നമില്ല, അംഗീകരിക്കാൻ തയ്യാറാ. പക്ഷെ അത് കാണില്ല, അത് കാണില്ല. അതുകൊണ്ടാണ് പുതിയ സർക്കുലർ വന്നപ്പോഴും അതിലും ആയത്ത് കൊടുത്തില്ല, അതിലും ഹദീസ് കൊടുത്തില്ല. പിന്നെ എന്താ കൊടുത്തത്? സൗദി അറേബ്യ ലജ്നയുടെ ഒരു ഫത്വയുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഫത്വയാണ് ഈ രേഖപ്പെടുത്തി കൊടുത്തത്. അതാവട്ടെ ദുർവ്യാഖ്യാനിച്ചതും, ആ ഫത്വ തന്നെ ദുർവ്യാഖ്യാനിച്ചതും അല്ല, നേക്ക് നേരെ ഫത്വയും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് പറ്റുമെങ്കിൽ സിദ്ദീഖ് അടുത്ത ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഇപ്പോൾ ഓർമ്മയുണ്ടെങ്കിൽ KJU എന്നാണ്, എവിടെയാണ്, ഏത് ബുക്കിലാണ് എല്ലാം ശിർക്കാണ് രേഖപ്പെടുത്തിയത് എന്ന് ഇപ്പൊ പറ്റുമെങ്കിൽ പറയാം. കഴിയില്ലെങ്കിൽ താങ്കൾ എന്ത് ചെയ്യാം, അത് അന്വേഷിച്ച് ഇത്ര ദിവസം കൊണ്ട് ഞാൻ അത് എത്തിച്ചേരാം എന്ന് താങ്കൾ ഏൽക്കണം എന്ന് മാന്യമായി ആവശ്യപ്പെടണം. ചോദ്യം അടുത്ത അവസരത്തിൽ അത് പറഞ്ഞോട്ടെ, ആ ബുക്ക് പറഞ്ഞോട്ടെ, KJUവിൽ ആ പുസ്തകം പറഞ്ഞോട്ടെ എവിടെ ഉള്ളത്. ആദ്യം ഇത് പറയും, ചോദിക്കണ മുമ്പ് ഇത് പറയും. KJU എവിടെ പറഞ്ഞു? ജിന്നുകളോടുള്ള സഹായാർത്ഥന ഹറാമാന്ന് എഴുതി വെച്ചു നിങ്ങൾ പറഞ്ഞത്, ആ വരി നിങ്ങൾ ഉദ്ധരിച്ചിട്ടില്ല. പറഞ്ഞില്ലേ? എവിടെ? സിദ്ദീഖ് ജിന്നിനോട് ചോദിക്കുന്ന ചോദ്യം, മലക്കിനോട് ചോദിക്കുന്ന ചോദ്യം, മനുഷ്യനോട് ചോദിക്കുന്ന ചോദ്യം എപ്പോഴാണ് ശിർക്കാവുക എന്ന് എഴുതിയിട്ടുണ്ട്. വരി ഉദ്ധരിച്ചാ നിങ്ങൾ വരി ഉദ്ധരിക്കുന്നു പറഞ്ഞിട്ടാണ് നിങ്ങൾ എഴുന്നേറ്റുന്നത്. ആ വരി നിങ്ങൾ ഉദ്ധരിക്കും. അദ്ദുആ വൽ ഇബാദ എന്ന പുസ്തകം 5-ാമത്തെ പേജിൽ പറഞ്ഞു. അതിലാണ് പറഞ്ഞത്, ഒരു മനുഷ്യനോടോ ജിന്നിനോടോ മലക്കിനോടോ ഉള്ള ചോദ്യം എപ്പോൾ ദുആ ആകും, എപ്പോൾ ശിർക്കാകും എന്ന് KM മൗലവി രേഖപ്പെടുത്തി. അപ്പൊ ഇതിനെന്ത് മനസ്സിലായി? എപ്പോഴാണ് ശിർക്ക എന്ന് പറഞ്ഞാൽ അതല്ലാത്തപ്പോ ശിർക്കല്ല എന്നല്ലേ? അതല്ലാത്തപ്പോ ശിർക്കല്ല. സിദ്ദീഖ് എന്നാണോ മടവൂരി ആശയം സ്വീകരിച്ചത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? അതിന് മുമ്പ് മടവൂരി അല്ല എന്നല്ലേ? അതിന് മുമ്പ് മടവൂരിയല്ല, ആ കൊല്ലം മുതലാണ് മടവൂരി സത്തേക്ക് ചാഞ്ഞത് എന്നല്ലേ അർത്ഥം? എന്ന് പറഞ്ഞ പോലെ ഇന്ന സമയത്താണ് ശിർക്കാവുക എന്ന് പറഞ്ഞാൽ അല്ലാത്ത സമയത്ത് എന്തല്ല? ശിർക്കല്ല. ശിർക്കല്ലാത്ത ജായിസാണോ? ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല, അത് ഹറാമാണ്. അപ്പൊ ഏതായിരുന്നാലും ശരി, അത് കൃത്യമാണ്. നിങ്ങൾ ആ പുസ്തകം വായിച്ചിട്ട് 5-ാമത്തെ പേജിൽ അങ്ങനെ ഇല്ലെങ്കിൽ താങ്കൾക്കത് പറയാം. തിരിച്ച് സാധിക്കുമെങ്കിൽ താങ്കൾ പറയേണ്ടത് കേക്ക് ഇടങ്ങാറാകല്ലേ, കേൾക്കി. ചോദിക്കാൻ വരുമ്പോ ആലോചിക്കണം. നാവ് കുറച്ച് നീളുണ്ടെന്ന് കരുതിയിട്ട് എന്തോ ആകാന്നുള്ളതല്ല.
അതുകൊണ്ട് ബാക്കിൽ പോയിരുന്നോളി. ഇൻഷാ അല്ലാഹ് ഈ ടീം കഴിഞ്ഞാൽ വീണ്ടും ചാൻസ് കിട്ടും. അപ്പോഴേക്ക് വേണമെങ്കിൽ സിദ്ദീഖിന് വേണമെങ്കിൽ സിദ്ദീഖിന് വേണമെങ്കിൽ ആർക്കെങ്കിലും ഫോൺ ചെയ്ത് ചോദിക്കാം. അപ്പോഴേക്ക് പുറത്ത് പോയിട്ട് ചോദിക്കുക, ഇങ്ങനെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് എവിടെ KJ പറഞ്ഞത് എന്ന് നിങ്ങൾ വിളിച്ചു ചോദിച്ചിട്ട് പറ്റുമെങ്കിൽ ഈ മുഖാമുഖം കഴിയുന്നതിന് മുമ്പ് നിങ്ങൾ കൊണ്ടുവരിക. അല്ലാതെ ഇളകിയിട്ട് കാര്യമില്ല. അത് അസുഖം വേറെയാണ്. അതിന് റുഖിയ നടത്തിയാൽ ശരിയാകുന്ന നമ്മളെ അഭിപ്രായം. അതുകൊണ്ട് അത് ആവശ്യമില്ല. അടുത്ത കൈയടിക്കരുത്, ശ്രദ്ധിക്കേണ്ടത്.